ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു പിക്കനി. ഇന്നത്തെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഒരു പുഡിംഗ് ആക്കിയോണ്ട് സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടിക്കറ്. പിന്നെ അതിലൊಟ್ಟಿಗೆ ഒരു ഷർബത്ത് ആക്കിയിട്ട് എടുത്തോണ്ട് ഷർബത്ത് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഹെബസ്കസ് ഫ്ലവർ യൂസ് ആക്കിയിട്ട് ആക്കിയോണ്ട് ഹെൽത്തിനും ഹെയർക്കും സ്കിന്നിനും നല്ല ಬೆನಿಫಿಟ್ ಇಕ್ಕರು. ಸೊ ಇದ್ರೆ നല്ല ಆಕಿತ್ತು ವಾಶ್ ಆಕಿ എടുത്തോളൂ. സം ടൈം ഫ്ലവർ ഒൽಗ ആൻറ്റും അങ്ങനത്തെതെല്ലാം ഇಕ್ಕರು. ಸೊ നല്ല ആക്കി വാഷ് ആക്കിയിട്ട് അതിൽ ಗ್ರೀನ್ ಪಾರ್ಟ್ಸ್ ನಂಗೆ ರಿಮೂವ್ ಆಕಿ ಬಿಡೋನು. പിന്നെ 2 ഗ്ലാസ് എടുത്തിട്ട് തണ്ണി എടുത്തോണ്ട് ഷുഗർ എന്തും ആഡ് ആക്കിയിട്ടില്ല. ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ആക്കിയിട്ട് ബോയിൽ ആക്കി എടുത്തോളൂ. ഫ്ലവർ കളർ ಎಲ್ಲ ಫೇಡ್ ಆಗುತ್ತೋಳು ಅತ್ರത്തോಳು ನಾನು ಅದ್ರ ನಡುವೆ ನಾವು ಎಡ್ತಿಗೆ ಜೆಲ್ಲಿ ಸ್ಟ್ರಾಬೆರಿ ಜೆಲ್ಲಿರ ಪ್ಯಾಕೆಟ್ ಇಟ್ಟೊಂಟುಳ್ಳೆ. ಇದು ಈ ಪ್ಯಾಕೆಟ್ ಅದ್ರ ಶುಗರ್ ಪ್ಯಾಕೆಟ್ ಇನ್ಕ್ಲೂಡ್ ಆಯ್ತು ಬಂದು. ಸೊ ಎಕ್ಸ್ಟ್ರಾ ಶುಗರ್ ಎಂದು ಆಡ್ ಹಾಕೋಣಂತೆಂದಿಲ್ಲ. ഞങ്ങൾ എപ്പോഴും ജെല്ലി പ്രിപ്പയർ ആക്കുമ്പോഴത്തേക്കു ഫസ്റ്റ് അതിൽ ചപ്പ തണ്ണി ബീത്തിട്ട് ഞങ്ങൾ നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തോളൂ. പിന്നെ ഞങ്ങൾ ഗ്യാസിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 to 3 minutes അതിൽ മിക്സ് ആക്കണം. ഈ ഒരു ടിപ്സ് ഞങ്ങൾ യൂസ് ആക്കിയെങ്കിൽ ഞങ്ങളുടെ ജെല്ലിയുടെ ടെക്സ്ചർ സ്മൂത്ത് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ಬಂದು എന്തും ക്രംസും അതിൽ ഒരു ഷുഗർ ഗ്രെയിൻസ് എല്ലാം ബാക്കി ആവില്ല. സോ ഞാൻ അതേപോലെ ആക്കിയിട്ട് ഒരു ഗ്യാസിൽ ഫ്ലെയിമിൽ വെച്ചോണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 to 3 minutes ഞങ്ങൾ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച് ಬಿಟ್ಟೆ. ഇപ്പം ഞാനിവിടെ എടുത്തോണ്ട് ഈ റോൾ കൊറിയ ഈ റോളെല്ലാം എടുത്തോണ്ട് ಬಂತೀನಿ. ಸೊ ഇതില് ഞങ്ങൾ എൻ്റെ ക്രിയേറ്റ് ആക്കൊരു പുഡിംഗ് ചുമ്മാ ഡിലീഷ്യസ് ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു ഡിസേർട്ട് റെസിപ്പി നമുക്ക് ക്വിക്ക് ആയിട്ട് വേഗമേ ആക്കിയിട്ട് പ്രിപ്പയർ ആക്കിയിട്ട് എടുക്കാം. ಸೊ ഇതിൽ സ്കിന്നെല്ലാം നല്ല ആക്കിയിട്ട് പീൽ ആക്കിയിട്ടെല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് എടുത്തോളുക. ಸೊ ಇದುപോലെ ಎಲ್ಲத்தையும் ಕ್ಲೀನ್ ಆಕಿ എടുത്തൽ പിന്നെ ഒരു മിക്സിയുടെ ജാർക്ക് ആഡ് ആക്കിയൊള്ളുക. ഇതിಗೆ ഇപ്പം ನಾನು 1 ഗ്ലാസ് ಹತ್ರ ಮಿಲ್ಕ್ ಆಡ್ ಆಕಿಂಟುಲೆ ಚಿಲ್ಡ್ ಆಗಿ ಮಿಲ್ಕ್ ಹಾಕಿತ್ತು എടുത്തോളൂ. പിന്നെ ഇതിಗೆ ഞങ്ങൾ ടേസ്റ്റിಗೆ ತೆಲ್ಲು ಶುಗರ್ ಆಡ್ ಹಾಕಿಯಲ್ವ ಲೈಟ್ ಸ್ವೀಟ್ ಆಯ್ತು ಬೇಕಾಯ್ತು. ನಾನು 2.5 ಟೀಸ್ಪೂನ್ ಹತ್ರ ಶುಗರ್ ಆಡ್ ಹಾಕಿದ್ರೆ നല്ല ಬ್ಲೆಂಡ್ ആക്കിയിട്ട് എടുത്തോളൂ. ഇപ്പം ഇതിൽ സൈഡ് ആക്കിയിട്ട് വെച്ച് ಬಿಟ್ರೆ ഇപ്പം ഞങ്ങൾ ജെല്ലി പ്രിപ്പയർ ആക്കിದರೆ ഇതിൽ ഇപ്പം ಕೋಲ್ಡ್ ಆಗೋಗು വെച്ച് ಬಿಟ್ರೆ ಸೆಟ್ ಆಗೋಗೈತು. ಆಲ್ಮೋಸ್ಟ್ ಸೆಟ್ ಆಗಿ ತೆಲ್ ಸೆಟ್ ಆಗಿ വെച്ച് ಬಿಡ್ರೆ അത്രത്തോളം ഞങ്ങൾ ഹിബസ്കസ് ഫ്ലവർ ബോയിൽ ആക്കിನಲ್ಲಿ ആ വാട്ടർ ನಾನು ಗ್ಲಾಸ್ಗೆ ಇಟ್ಟೊಂಟುಳ್ಳೆ രണ്ടും ഈക്വൽ ആയിട്ട് ബീത്തിയിട്ട് എടുത്തോണ്ട് ലൈറ്റ് പർപ്പിൾ കളർ ആയിട്ട് നല്ല കളർ അതിരത് വന്നത്. ഇപ്പം ഇതിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിയുള്ളൂ. ഞാൻ ഇവിടെ ഷുഗർ ആഡ് ആക്കിയിട്ടില്ല. ಸೊ ಹನಿ ಆ್ಯಡ್ ಆಕಿಂಟುಳ್ಳೆ ಹೆಲ್ತ್ಗೆ ಬೆನಿಫಿಟ್ ಅಲ್ಲಿ ಹಿಬಸ್ಕಸ್. ಸೊ ഞങ്ങൾ ഷുഗർ ആഡ് ആക്കിയിട്ടാದ್ರೆ ಸ್ಪಾಯಿಲ್ ആക്കರೆ വേണ്ട. ಹನಿ ಆ್ಯಡ್ ಆಕಿಲ್ವಾ. ഇപ്പം ഇതിൽ കളർ ചേഞ്ച് ആവും. ഞങ്ങൾ ലെമൺ ആഡ് ആക്കുമ്പോഴത്തേക്കും ಬ್ಯೂಟಿಫುಲ್ ആയ ഒരു റെഡ് കളർ ಬಂದು നിങ്ങൾ കളർ ചേഞ്ച് ആവുന്നത് നോക്കിയാറല്ലേ. ಸೊ നല്ല ഒരു ബ്ലഡ് റെഡ് കളർ ആയിട്ട് നിങ്ങളോ ഹെബസ്കസ് സർബത്ത് ടേൺ ആയിട്ട് ഇത് നിങ്ങൾ ഡെയിലി ആയിട്ട് നിങ്ങളുടെ ബോഡിക്ക് ഇൻടേക്ക് ആക്കിയെങ്കിൽ ഹെയർക്കും സ്കിന്നിനും പിന്നെ ഈ പിമ്പിൾസ് വന്നതിന് എല്ലാം ബെസ്റ്റ് ആയിട്ട് ഇക്കര്. പിന്നെ ഹെയർ ഗ്രോത്ത് ആവുള്ളൂ, സ്കിന്ന് ഗ്ലോ ആവുള്ളൂ. ഒരു ഡീറ്റോക്സ് ആയിട്ടും നിങ്ങൾ ഇതിൽ എടുത്തോളാം. ഞങ്ങൾ ഈ ഹിബിസ്കസ് ഫ്ലവർ ചിൽഡ് ആയിട്ട് സെർവ് ആക്കുക. നാക്കൊരിയ ഐസ് ക്യൂബ് ആഡ് ആക്കിയിട്ടുള്ളേ നിങ്ങൾ ഇങ്ങനെയും വേണമെങ്കിൽ ഇതിൽ ഇൻടേക്ക് ആക്കുക. ഈ ഷർബത്തിൽ എൻജോയ് ആക്കുക. ഞാൻ ഇവിടെ കൊറിയ ബ്രെഡിക്ക് ബട്ടർ അപ്ലൈ ആക്കിയിട്ട് തെല്ല് ലൈറ്റ്ലി വെച്ചാക്കിയിട്ട് എടുത്തോണ്ട് പിന്നെ ഒരു മോൾഡിക്ക് ഇങ്ങനെ വെച്ചോണ്ടുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസിൽ ഞങ്ങൾ എവിടെയെല്ലാം ഗ്യാപ്പ് സിക്കറ് അവിടെയെല്ലാം ഫില്ലാക്കിയിട്ട് എടുത്തോളൂ. അതിൽ പിന്നെ ഞങ്ങൾ ഈരുಳ್ಳಿ സ്മൂത്ത് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിരുന്നാല് അതിൽ ഇത്തിരി മേലുക്ക് പോറാക്കിയിട്ട് എടുത്തോളുക. ഈ ഒരു പുഡിംഗ് അഗർ അഗർ ആവട്ടെ ചൈന ഗ്രാസ് എന്തും വേണ്ട പ്രിപ്പയർ ആക്കുക. ഗ്യാപ്സ് ഇന്നോടെല്ലാം സ്പാറ്റുലറെ ഹെൽപ്പിൽ ഫുള്ള് കവർ ആക്കിയിട്ട് എടുത്തോളുക. ഇപ്പം ഞങ്ങൾ ആക്കിയിട്ട് വെച്ചിരുന്നല്ലേ ജെല്ലി അത് റെഡി ആയിട്ട് അതിലിങ്ങനെ നൈഫ് ഹെൽപ്പിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേനായ ഷേപ്പുമാക്കാൻ ഞാൻ ഇവിടെ റഫ്ലി ആയിട്ട് ഇങ്ങനെ സ്ലൈസ് കൊടുത്തോണ്ടുള്ളേ ഈസി ആയിട്ട് റിമൂവ് ആക്കുകയും ഞങ്ങൾക്ക് ആ ഒരു. സോ ഇത് ഒരു ട്രയാങ്കിളും പിന്നെ ഡയമണ്ട് ഷേപ്പിലും അങ്ങനെല്ലാം കട്ടായിട്ട് ഞാൻ റഫ്ലി ആയിട്ട് ആക്കിയോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആക്കാം. നാത്തിൽ വലിയ വലിയ സൈസസിൽ വെച്ചിട്ട് നിങ്ങൾ ചെറിയ ചെറിയ സൈസസും ആക്കാം. ഇപ്പം ഞങ്ങൾ പുഡിങ്ങിൻ്റെ ലെയറിന് മേലിട്ടിട്ട് ഫുള്ള് കവറാക്കിയിട്ട് ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് എടുത്തോളുക. ഞങ്ങളുടെ കൂടെ ഇതിന് മേൽക്ക് ഞങ്ങൾ കസ്കസ് ഉണ്ടല്ലേ അതിൽ ഞാൻ കൊറിയ സോക്ക് ആക്കിയിട്ട് വെച്ചിരുന്നേ. സോ ഇപ്പം ഞങ്ങൾ അദ്ദേഹം ഇതിന് മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇട്ടുപിടുന്നു.
ഈ റോള് ബോഡിക്ക് ഹീറ്റ് ആയിത്തിക്കറ് പാല് ഞങ്ങളെ തടിക്ക് സംപായിത്തിക്ക് പിന്നെ കസ്കസ് ഞങ്ങളെ തടിക്ക് സംപായിത്തിക്ക് അത് കഴിഞ്ഞിട്ട് കൊറിയ കസ്കസിനെ സോക്കാക്കിയിട്ട് ആഡ് ആക്കിയോണ്ട് പിന്നെ നോക്കുമ്പോൾ നല്ല ലുക്ക് പണ്ട് അതും ആ ഒരു ഹെൽത്തും ബെനിഫിറ്റ് ഇക്കറ് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു പുഡിങ്ങിന്റെ 6 hours കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഞാൻ കോൾഡ് ആക്കുക സെറ്റ് ആവുക വെച്ച് ಬಿಟ್ರೆ ആഫ്റ്റർ 6 hours ഞാൻ നിങ്ങൾക്ക് കാട്ടുറെ ഇഫ്താർ ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായി തിന്നിട്ട് ഞങ്ങൾ ഈ ഒരു ഈറോളുടെ ക്വിക്ക് ആൻഡ് ഈസി പുഡിങ് നോക്കുക എത്ര ലുക്കായിട്ടുണ്ടോ അതേപോലെ തിന്നോക്ക് ഡിലീഷ്യസ് ആയി തിന്നിട്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസിൽ സിമ്പിളായിട്ട് ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് എടുക്കുക നിങ്ങളെ ഈ ഇഫ്താർ പാർട്ടിയിൽ ഈ ഒരു മെനുയുടെ ഇൻക്ലൂഡ് ആക്കുകയും മറക്കണ്ട ഈസിയും ആ ഒരു ചുമ സമയന്നപ്പോൾ ക്വിക്കായിട്ട് ആക്കിയിട്ട് എടുക്കുകയും ആ ഒരു റംസാൻ ടൈമിൽ ബോഡിക്ക് ഒരു ഹീറ്റായ റെസിപ്പിയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ട് ഈറോളുടെ ആക്കാണ്ടിരിക്കണ്ട അതിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ മിൽക്കും കസ്കസ് അങ്ങനെല്ലാം ആഡ് ആക്കിയിട്ട് നിങ്ങൾ ആക്കിയെങ്കിൽ ഞങ്ങളുടെ തടിയും നല്ല ഒരു ഇന്നത്തെ ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ ഷെയർ ആക്കൂ കമൻറ്റ് ആക്കൂ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്